ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. മികച്ച ഹോം റെക്കോർഡുള്ള ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻനിരയിൽ തന്നെ വരുന്ന പേരായിരുന്നു CSK. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ പോയില്ല. കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ചെപ്പോക്കിൽ ഈ സീസണിൽ അവർ ഇതുവരെ 5 മത്സരങ്ങൾ കളിച്ചു. അതിൽ ആദ്യത്തെ മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ടായിരുന്നു. ആ മത്സരം അവർ വിജയിച്ചു. അതിനുശേഷം തുടർച്ചയായി 4 പരാജയങ്ങൾ. RCB, ഡൽഹി ക്യാപിറ്റൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ ടീമുകൾ ചെപ്പോക്ക് എന്ന കോട്ട ഭേദിച്ചു. അതോടെ CSKയുടെ ഈ സീസണും അവതാളത്തിലായി. നമ്മൾ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 9 മത്സരങ്ങളിൽ നിന്ന് 2 ജയങ്ങൾ മാത്രമാണ് ഈ സീസണിൽ CSKക്ക് സ്വന്തമാക്കാനായിട്ടുള്ളത്. അപ്പോൾ 4 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്ലേ ഓഫിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. വളരെ നേരത്തെ ഒരു മാത്തമാറ്റിക്കൽ ചാൻസ് മാത്രമാണ് CSKക്കുള്ളത്. എന്നാൽ പഞ്ചാബ് കിങ്സുമായുള്ള ഇന്നത്തെ മത്സരം തോക്കുകയാണെങ്കിൽ ഈ സീസണിൽ നിന്ന് ഒഫീഷ്യലി എലിമിനേറ്റ് ആവുന്ന ആദ്യ ടീമായി CSK മാറും. എവിടെയാണ് CSKക്ക് പിഴച്ചത്? അവരുടെ ഈ സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല പോകുന്നത്. കഴിഞ്ഞ മത്സരം മാത്രം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഈ സീസണിൽ അവരുടെ ബാറ്റിംഗ് പെർഫോമൻസ് യാതൊരു ഇന്റന്റും ഇല്ലാത്തൊരു ബാറ്റിംഗ് ആണ്. പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും നല്ലൊരു റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ഇനി കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ആയുഷ് മാത്രയും ഡിവാൾഡ് ബ്രേവ്സും മാത്രമാണ് അതിന്റെ ഒരു അപവാദമായി വന്നത്. പവർ പ്ലേ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ മത്സരത്തിൽ ആയുഷ് മാത്രമേ കാണിച്ചു തന്നു. അതുപോലെ CSKക്ക് വേണ്ടി ആദ്യ മത്സരം കളിച്ച ബ്രേവിസും നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ചെപ്പോക്കിൽ ഡിവാൾഡ് ബ്രേവ്സ് ഔട്ട് ആവുന്ന സമയത്ത് വളരെ നല്ലൊരു പൊസിഷനിലായിരുന്നു അവർ. എന്നാൽ പിന്നീടുള്ള 7 ഓവറിൽ അറൌണ്ട് 40 റൺസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. ഒരു 15 റൺസ് കൂടി കഴിഞ്ഞ മത്സരത്തിൽ എടുത്തിരുന്നെങ്കിൽ വിധി മറ്റൊന്നായനെ. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. സൺറൈസേഴ്സ് ആ സ്കോർ അവിടെ ചേസ് ചെയ്യുകയും ചെയ്തു. സൺറൈസേഴ്സ് ഒരു ടീം ഫോം ചെയ്തിട്ട് അവർ ആദ്യമായിട്ടാണ് ചെപ്പോക്കിൽ ജയിക്കുന്നത് തന്നെ. അതാണ് അവരുടെ ബാറ്റിംഗിലെ പ്രശ്നങ്ങൾ. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഖലീലിന് നല്ലൊരു പാർട്ണർ ഇല്ല. ഇപ്പോൾ അവരുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന അൻഷുൽ കമ്പോജിനെ പോലും അവർ ട്രൈ ചെയ്ത് ഈ അടുത്താണ്. ഈ സീസണിൽ അവർക്ക് വേണ്ടി കളിച്ച ബാക്കിയുള്ള താരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പോജ് ഡീസന്റ് ആയിട്ട് തന്നെയാണ് കളിച്ചത്. ഇനി സ്പിന്നിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂർ അഹമ്മദ് നല്ല രീതിയിലാണ് സീസൺ തുടങ്ങിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നൂർ അഹമ്മദ് ഫോം ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അശ്വിനായാലും ജഡേജയ്ക്കായാലും അവരുടെ ആ ഒരു പെരുമയ്ക്ക് ഉയരാൻ കഴിഞ്ഞില്ല. പിന്നീട് മദീഷ പതിരാന. അപ്പോൾ പതിരാന എന്ന് പറയുമ്പോൾ അവരുടെ ഡെസിഗ്നേറ്റഡ് ഡെത്ത് ബൗളർ ആണ്. എന്നാൽ ആ ഒരു ഇമ്പാക്ട് ഈ സീസണിൽ പതിരാനയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇപ്പോൾ ചില മത്സരങ്ങളിലൊക്കെ ഡെത്തിൽ വന്നിട്ട് കുറച്ച് ഇക്കോണമിക്കലായിട്ട് വിക്കറ്റ് എടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു ഓവറോൾ പിക്ചർ നോക്കുമ്പോൾ പതിരാനയുടെ പെർഫോമൻസും അത്ര മികച്ച ഒന്നല്ല. അത് മാത്രമല്ല ഒപ്പോണന്റ് ടീമിന് വാരിക്കോരി എക്സ്ട്രാസ് കൊടുക്കുന്നുണ്ട് പതിരാന. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അതൊരു ലോ സ്കോറിംഗ് അഫെയർ ആണ്. സൺറൈസേഴ്സ് ബാറ്റേഴ്സ് റൺസ് എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് പതിരാന തുടർച്ചയായിട്ട് വൈഡുകൾ എറിയുന്നത്. അതുപോലെ നൂർ അഹമ്മദ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഓവറിൽ തന്നെ 2 നോ ബോളുകൾ എറിയുന്നു. ഇങ്ങനെയുള്ള മാച്ചസിലൊക്കെ എക്സ്ട്രാസ് വരുന്നത് ആ ടീമിന്റെ റിസൾട്ടിനെ തന്നെ ബാധിക്കും. അത് കഴിഞ്ഞ് ഫീൽഡിങ്. ഇപ്പോൾ ക്യാച്ചിങ് എഫിഷ്യൻസി നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ 9ാമത്തെ സ്ഥാനത്താണ് CSK എന്ന് തോന്നുന്നു. ഇവരെക്കാൾ മോശം ക്യാച്ച് എഫിഷ്യൻസി ഉള്ളത് RRന് മാത്രമാണ്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പോയിന്റ് ടേബിൾ നോക്കിയാലും ഇങ്ങനെ ക്യാച്ച് വിട്ട് കളഞ്ഞതിന്റെ ഒരു എഫക്ട് നമുക്ക് അവിടെയും കാണാൻ പറ്റും. ഇപ്പോൾ RR ആയാലും CSK ആയാലും പോയിന്റ് ടേബിൾ അവസാന സ്ഥാനങ്ങളിലുള്ള ടീമാണ്. ഇവർ ക്യാച്ചുകൾ കൂടുതൽ വിട്ട് കളയുന്നു. ആ ക്യാച്ച് വിട്ട് കളയുന്ന പ്ലേയേഴ്സ് ആണ് ചിലപ്പോൾ ഒരു ടെല്ലിംഗ് കോൺട്രിബ്യൂഷൻ ആ മത്സരത്തിൽ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ ഫീൽഡിങ്ങും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഇവർക്ക് പ്രശ്നങ്ങളുണ്ട്. ബാറ്റിംഗിലായാലും ബോളിംഗിലായാലും ഫീൽഡിംഗിലായാലും എല്ലാം ഇവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് കുറച്ച് ബ്രൈറ്റ് സ്പോട്ട് ഉള്ളത് ആയുഷ് മാത്രമേ കളിച്ച് 2 കളികളിലും ചെറിയ ഇന്നിങ്സ് ആണെങ്കിലും നല്ല ഇന്നിങ്സോടെ നല്ല ടച്ചിലാണ് കളിച്ചത്. ഇപ്പോൾ ബ്രെവിസിന്റെ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ബ്രെവിസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കമിന്ദു മെൻഡിസിന്റെ മികച്ച ക്യാച്ച് കാരണമാണ് ബ്രെവിസ് പുറത്തായത്. ബ്രെവിസ് ഒരു 2-3 ഓവറുകളോടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫലം തന്നെ മറിച്ചായനെ. ഇനി പഞ്ചാബ് കിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ CSKയുടെ കാര്യത്തിൽ പറഞ്ഞ അത്രയും പ്രശ്നങ്ങളൊന്നും അവരുടെ ഭാഗത്തില്ല. ഈ സീസണിൽ ഇവർ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ പഞ്ചാബ് കിങ്സ് 18 റൺസിന് CSK തോൽപ്പിച്ചിരുന്നു. പഞ്ചാബിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ആണ് അവരുടെ ശക്തി. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഈഡൻ ഗാർഡൻസിൽ ഒരു 200+ ടോട്ടലാണ് അവർ നേടിയത്. ഇപ്പോൾ പ്രഭ്സിമ്രാൻ സിംഗ് ആയാലും പ്രിയാൻ ഷാരി ആയാലും നല്ല ഫോമിലാണ്. ഓൾറെഡി CSKക്കെതിരെ പ്രിയാൻ ഷാരിയ മുള്ളൻപൂരിൽ വെച്ചൊരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കിയാലും ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ സ്പിന്നേഴ്സിനെ, അതായത് കൊൽക്കത്തയുടെ സ്പിന്നേഴ്സിനെ എല്ലാം മനോഹരമായിട്ടാണ് പ്രിയാൻഷും പ്രഭ്സിമ്രാനും കൗണ്ടർ ചെയ്തത്. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇവരുടെ പ്രശ്നമായിട്ട് പറയാവുന്നത് ഇപ്പോൾ ശ്രേയസ് അയ്യറിന്റെ ഒരു ഇൻഡിഫറൻറ്റ് ഫോമാണ്. ഇപ്പോൾ ചില മത്സരങ്ങളിൽ ഒരു ഹൈ സ്കോർ എടുക്കും, ചില മത്സരങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഔട്ട് ആവും. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ പ്രഭ്സിമ്രാന്റെ വിക്കറ്റ് പോകുമ്പോൾ അറൌണ്ട് 160 റൺസ് ഉണ്ടായിരുന്നു 14.3 ഓവറിൽ. എന്നാൽ അത് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവസാനം ഒരു 5 ഓവർ കൊൽക്കത്ത മത്സരം തിരിച്ചു പിടിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഓപ്പണേഴ്സ് നൽകുന്ന ആ ഒരു സ്റ്റാർട്ട് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിനു മുമ്പ് നെഹാൽ വധേര ആയാലും ശശാങ്ക് സിംഗ് ആയാലും നന്നായിട്ട് കളിച്ചിരുന്നു. പിന്നീടുള്ളത് മാക്സ്വെല്ലിന്റെ ഒരു ഫോമാണ്. ഇപ്പോൾ മാക്സ്വെൽ ആയാലും അതിന് പകരം വന്ന സ്റ്റോയിനിസ് ആയാലും ജോഷ് ഇംഗ്ലസ് ആയാലും ആ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ, ആ ഒരു സ്ലോട്ടിൽ അവർക്ക് നന്നായിട്ട് ഒരു പെർഫോമൻസ് വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മാക്സ്വെൽ വീണ്ടും തിരികെ വന്നു. ഈഡൻ ഗാർഡൻസിൽ സ്പിന്നെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പിച്ചാണെങ്കിൽ നമ്മുടെ മാക്സ്വെലിന്റെ ഓഫ് സ്പിൻ എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സ്വെൽ കഴിഞ്ഞ മത്സരത്തിൽ ടീമിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലും മാക്സ്വെൽ തന്നെ കളിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് ചെപ്പോക്ക് ഒരു സ്പിന്നെ തുടങ്ങുന്ന പിച്ചായതുകൊണ്ട് തന്നെ മാക്സ്വെലിന് ഒരു ബോളിംഗിൽ ഒരു വലിയ റോൾ പ്ലേ ചെയ്യാനുണ്ടാവും. പിന്നീട് പഞ്ചാബിന്റെ ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരും അവരവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചഹൽ തിരികെ ഫോമിലേക്ക് എത്തി, അർഷദീപ് വിക്കറ്റ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാർക്കോ യാൻസൺ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. ഇൻ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ മാത്രമേ പഞ്ചാബ് കിങ്സിനുള്ളൂ. ഇപ്പോൾ പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങളുമായിട്ട് 5ാം സ്ഥാനത്താണ് അവർ. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു മഴ പെയ്തത് അവരെ തീർച്ചയായിട്ടും ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിൽ ഒരു 200+ ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് KKR ഫോമിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് ആ ഒരു ഹ്യൂജ് സ്കോർ വേണമെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ബോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മത്സരം ഉപേക്ഷിക്കുകയും പോയിന്റ് ഷെയർ ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അവരെ നിരാശരാക്കുന്നതാണ്. ചിലപ്പോൾ ആ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വരെ പ്രശ്നമുണ്ടായെന്ന് വരാം. അതായത് ഇനിയുള്ള മത്സരങ്ങൾ അവർ തോൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ്, അവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു പോയിന്റ് ക്രൂഷ്യലായി മാറിയെന്ന് വരാം. എന്നിരുന്നാലും ഇനി ഒരു 5 മത്സരങ്ങളുണ്ട്. അതിലൊരു 3 ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പ്ലേ ഓഫിൽ കടക്കാൻ നല്ല ഹൈ ചാൻസ് ഉള്ള ടീമാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം അവരെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. ഇന്നത്തെ മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ 10-ൽ 6 എന്നുള്ള രീതിയിൽ ഒരു നല്ല പൊസിഷനിലെത്തും. 3 മത്സരം മാത്രമാണ് അവർ തോറ്റിട്ടുള്ളത്. എന്നാൽ ഇന്നൊരു തോൽവി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാവും. കാരണം RCB, മുംബൈ, GT ഇവരൊക്കെ നമ്മുടെ പഞ്ചാബിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ മാച്ച് അവർക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെപ്പോക്കിലാണ് മത്സരം. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കിയാലും ബാറ്റിങ്ങിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പിച്ച് ആയിരുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 170-175 ഒക്കെ ഒരു പാർ സ്കോർ വരാനാണ് സാധ്യത. ബോളേഴ്സിന് തീർച്ചയായിട്ടും ഹെൽപ്പ് കിട്ടുന്ന സർഫസ് ആയിരിക്കും. സ്ട്രോക്ക് മേക്കിംഗ് അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആവാൻ സാധ്യതയില്ല. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടോലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന് അറിയില്ല. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡിവാൾ ബ്രേവിസ് സെറ്റ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം മുതലാക്കാൻ അവരുടെ ലോവർ മിഡിൽ ഓർഡറിന് കഴിഞ്ഞില്ല. ആ നമ്പറിൽ ഒരു ഫിനിഷറിന്റെ റോളിൽ 7ാം നമ്പറിൽ ഇറങ്ങിയത് ദീപക് ഹൂഡയാണ്. വേണമെങ്കിൽ ദീപക് ഹൂഡയെ മാറ്റി മറ്റൊരു പ്ലെയറിനെ ട്രൈ ആവുന്നതാണ്. പക്ഷെ അവരത് ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് CSKയുടെ കാര്യങ്ങൾ. ഇനിയും പഞ്ചാബിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഓൾറെഡി 2 പ്രധാനപ്പെട്ട ചേഞ്ചസുമായിട്ടാണ് അവർ വന്നത്. അസ്മത്തുള്ള ഒമർസായും ഗ്ലെൻ മാക്സ്വെലും ടീമിലേക്ക് തിരികെ വന്നു. ഇനി പ്രത്യേകിച്ച് ഇതൊരു സ്പിന്നെ തുണയ്ക്കാൻ സാധ്യതയുള്ള പിച്ചായതിനാൽ മാക്സ്വെൽ സ്ഥാനം നിലനിർത്താനാണ് സാധ്യത. അപ്പോൾ അവരുടെ ടീമിലും വലിയ ചേഞ്ചിന് ഞാൻ സാധ്യത കാണുന്നില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇപ്പോൾ ചെന്നൈ നിരയിൽ നിന്ന് ആയുഷ് മാത്രേ, ഡിവാൾ ബ്രേവിസ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യിച്ച 2 പ്ലേയേഴ്സാണ് ഇവർ. ആ ഒരു അറ്റാക്കിംഗ് ഇന്റന്റോടെ തന്നെ 2 പേരും കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് പെർഫോം ചെയ്യുന്ന അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇനി പഞ്ചാബ് കിങ്സ് നിരയിൽ നിന്ന് പ്രിയാൻഷ് ആര്യ. ഈ സീസണിൽ ഇവർ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ പ്രിയാൻഷ് ആര്യ ഒരു സെഞ്ചുറിയുമായിട്ട് പഞ്ചാബ് കിങ്സിനെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ചെയ്തത്. പ്രിയാൻഷ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഫോമിലാണ് കളിച്ചത്. അപ്പോൾ ഈ മത്സരത്തിൽ എങ്ങനെയായിരിക്കും പ്രിയാൻഷ് ചെന്നൈക്കെതിരെ പെർഫോം ചെയ്യുക എന്നത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ചെന്നൈ സൂപ്പർ കിങ്സോ അതോ പഞ്ചാബ് കിങ്സോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.